ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്കയപ്പമാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായാൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കപ്പഴം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഒരു 2-3 ഏലക്ക അല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നാളികേരം തിരുമ്മിയതിൽ ഒരു ശകലം ശർക്കരയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരെണ്ണമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്നൊരു നല്ലൊരു വട്ടയില കിട്ടിയപ്പം കൊതി കൊണ്ടൊരെണ്ണം ഉണ്ടാക്കാമെന്ന് കരുതിയതാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റ ഇലയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി ഫില്ലിങ് കുറച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ട ഇലയിൽ മാവ് നന്നായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനത്തിന് പരത്തിയിട്ടില്ല കേട്ടോ. ചെറിയൊരു തിക്നെസ്സിലേ ഞാൻ പരത്തുന്നുള്ളൂ. അതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കപ്പഴം ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ചക്കപ്പഴം ആകുന്ന രീതിയിലാണ് വിതറി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേരവും ശർക്കരയും കൂടി മിക്സാക്കി വെച്ച മിശ്രിതം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ശർക്കര കുറച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മത്താവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ശർക്കര കുറച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിൽ ഒന്ന് തൂക്കി കൊടുത്തേ. അതിനുശേഷം നമ്മൾ സാധാ ഇലപ്പം മടക്കുന്ന പോലെ ഞാൻ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം മടക്കിയപ്പോഴത്തേക്ക് 2 സൈഡിലായിപ്പോയി കേട്ടോ. ഒരെണ്ണത്തിന് നല്ല ഇതേപോലെ ആയിപ്പോയി. അപ്പോൾ ഈ ഫില്ലാവാത്ത ഭാഗം ബാക്കിയുള്ള കുറച്ച് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന മാവെടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആവി കയറുമ്പോഴത്തേക്ക് ഈ ശർക്കര ഉരുകി ഈ ഒരു ഭാഗത്തും കൂടി ഓപ്പൺ ആയിരിക്കുന്ന സ്ഥലത്തു കൂടി പുറത്തേക്ക് പോകും കേട്ടോ. അപ്പം മധുരം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം നല്ലതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയപ്പത്തിനുള്ള ബാക്കി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം വച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഏറ്റവും അടിയിൽ വെക്കുന്നൊരു തട്ടുണ്ടല്ലോ, ഇഡ്ഡലി ഫസ്റ്റ് വെക്കുന്ന ആ ഒരു തട്ട് കമിഴ്ത്തിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആവി കയറുമ്പോൾ കുഴിയിൽ വെള്ളം നിറഞ്ഞിട്ട് കുറച്ച് മാവൊരു നനഞ്ഞൊരു ഭാഗമാവും. അതുകൊണ്ട് ഞാൻ തട്ട് തിരിച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ചക്കപ്പഴം ഇന്ന് രാവിലെ കഴിക്കുക, അതായത് രാത്രിയിൽ ഉണ്ടാക്കിയത് പിറ്റേന്ന് രാവിലെ എടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ചക്കപ്പഴവും ശർക്കരയും എല്ലാം കൂടി. അതിപ്പോൾ ചക്ക വെച്ചിട്ടല്ലാത്ത നമ്മൾ സാധാ ഇലയപ്പം ഉണ്ടാക്കിയാലും അതുപോലെയാണ്. തലേന്ന് രാത്രി ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ എടുക്കുമ്പോഴാണ് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചക്ക സീസൺ അല്ലേ. ഇപ്പോൾ സീസൺ ഏതാണ്ടൊക്കെ തീരാറായി. അപ്പോൾ ഇതുവരെയും ചക്കയപ്പം ഉണ്ടാക്കാത്തവർ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചക്കയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടാറ്റാ.